ബ്രഹ്മപുത്ര നദിയിൽ ചൈന നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയെക്കുറിച്ച് വീണ്ടും ആശങ്കകൾ ഉയരുകയാണ്. ഇന്ത്യയുടെ അരുണാചൽ പ്രദേശ് അതിർത്തിയിൽ നിന്ന് ഏകദേശം 50 കിലോമീറ്റർ മാത്രം അകലെയുള്ള തിബറ്റിലെ മെഡോക് മേഖലയിലാണ് ഈ മെഗാ ഡാം നിർമ്മിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുതി പദ്ധതിയായി വിശേഷിപ്പിക്കപ്പെടുന്ന ഈ അണക്കെട്ടിന്റെ സുരക്ഷയെക്കുറിച്ച് ചൈനയിലെ തന്നെ ശാസ്ത്രജ്ഞർ മുന്നറിയിപ്പ് നൽകിയതായാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. ചൈനയുടെ ഔദ്യോഗിക ജിയോളജിക്കൽ സർവേയുടെ മേൽനോട്ടത്തിൽ നടത്തിയ പഠനത്തിലാണ് ഈ കണ്ടെത്തൽ. ഡാം നിർമ്മിക്കുന്ന സ്ഥലം സജീവമായി ഭൂകമ്പ രേഖയ്ക്ക് മുകളിലാണെന്നാണ് റിപ്പോർട്ട് പറയുന്നത്. അതായത് ഭൂകമ്പങ്ങൾ ഉണ്ടാകാൻ സാധ്യത കൂടുതലുള്ള പ്രദേശത്താണ് ഈ വലിയ പദ്ധതി നടക്കുന്നത്. ചൈനയിലെ ശാസ്ത്രീയ ജേണലിലാണ് ഈ പഠനം പ്രസിദ്ധീകരിച്ചത്. ചെങ്ഡു യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജിയിലെയും ചൈനീസ് ജിയോളജിക്കൽ സർവേയിലെയും ശാസ്ത്രജ്ഞരാണ് പഠനം നടത്തിയത്. അവരുടെ കണ്ടെത്തൽ പ്രകാരം ഡാം നിർമ്മിക്കുന്ന സ്ഥലത്തിന് തൊട്ടു താഴെ തന്നെ സജീവമായ ഭൂകമ്പ മേഖലയുണ്ട്. അതുകൊണ്ട് തന്നെ അണക്കെട്ട് മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട തുരങ്കങ്ങൾ, പാലങ്ങൾ, മറ്റ് നിർമ്മാണം എന്നിവയുടെ സുരക്ഷയും വലിയ വെല്ലുവിളിയാകാമെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ഹിമാലയൻ മേഖലയിലെ ഭൂകമ്പ സാധ്യത കൂടുതലുള്ള പ്രദേശങ്ങളിലൊന്നാണ് ഈ ഭാഗം. 2017 ഇവിടെ റിക്ടർ സ്കെയിലിൽ 6.9 തീവ്രത രേഖപ്പെടുത്തിയ ശതമാനമായ ഭൂചലനം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ചെറുതും ഇടത്തര തീവ്രതയുമുള്ളതുമായ നിരവധി ഭൂചലനങ്ങൾ ഈ പ്രദേശത്ത് പതിവായി ഉണ്ടാകാറുണ്ട്. ഇത്തരത്തിലുള്ള തുടർച്ചയായ ഭൂചലനങ്ങൾ കാരണം ഭൂമിക്കടിയിലെ പാറകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെന്നും ശാസ്ത്രജ്ഞർ പറയുന്നു. ഈ പാറകളാണ് ഇത്രയും വലിയ അണക്കെട്ടിന്റെ ഭാരം താങ്ങേണ്ടത്. എന്നാൽ പാറകളുടെ ശക്തി കുറയുകയാണെങ്കിൽ ഭാവിയിൽ നിർമ്മാണത്തിന്റെ സുരക്ഷയെ അത് ബാധിക്കാനുള്ള സാധ്യത ഉണ്ടെന്നാണ് പഠനത്തിൽ പറയുന്നത്. ആയതിനാൽ ഡാം നിർമ്മാണത്തിലും പിന്നീട് അതിന്റെ പ്രവർത്തനത്തിലും വളരെ കർശനമായ സുരക്ഷാ പരിശോധനകൾ, നിരീക്ഷണവും ആവശ്യമാണ്. ഈ മെഗാ പദ്ധതിക്കായി ചൈന ഏകദേശം $137 ബില്യൺ ചെലവഴിക്കുന്നത്. ഏകദേശം 60,000 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ഈ പദ്ധതിക്ക് കഴിയും. നിലവിൽ ലോകത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുതി പദ്ധതികളിലൊന്നായ ചൈനയുടെ ത്രീ ഗോർജസ് ഡാമിനേക്കാൾ 3 ഇരട്ടി ശേഷി ഉണ്ടാകുമെന്നാണ് കണക്കുകൾ. 2024 ഡിസംബറിലാണ് ഈ പദ്ധതിക്ക് ചൈന ഔദ്യോഗിക അനുമതി നൽകിയത്. അണക്കെട്ട് പൂർത്തിയായി വലിയ തോതിൽ വെള്ളം സംഭരിക്കാൻ തുടങ്ങുമ്പോൾ പുതിയ വെല്ലുവിളികൾ ഉണ്ടാകുമെന്നും പഠനം പറയുന്നു. ജലസംഭരണിയിൽ വെള്ളം നിറയുമ്പോൾ ഭൂമിക്കടിയിലെ മണ്ണിലും പാറകളിലും വലിയ സമ്മർദ്ദമുണ്ടാകും. അതിനൊപ്പം ഭൂകമ്പ സാധ്യതയും കൂടിയാൽ മണ്ണിടിച്ചിലും മലയിടിച്ചിലും വർദ്ധിക്കും. റിപ്പോർട്ടിലെ മറ്റൊരു പ്രധാന കണ്ടെത്തൽ ഈ പ്രദേശത്തെ മണ്ണ് വളരെ അഴിഞ്ഞതും ഉറപ്പില്ലാത്തതുമാണെന്നാണ്. വെള്ളം മണ്ണിലേക്ക് ഇറങ്ങുമ്പോൾ അതിന്റെ സ്ഥിരത കുറയാം. അങ്ങനെ സംഭവിച്ചാൽ വലിയ മണ്ണിടിച്ചിലുകൾക്കും മലയിടിച്ചിലുകൾക്കും സാധ്യത ഉണ്ടാകും. ആയതിനാൽ നിർമ്മാണ ഘട്ടം മുതൽ പ്രവർത്തന ഘട്ടം വരെ തുടർച്ചയായ നിരീക്ഷണവും സുരക്ഷാ സംവിധാനങ്ങളും വേണമെന്ന് വിദഗ്ധർ നിരീക്ഷിക്കുന്നു. ഈ ഡാമിനെ കുറിച്ച് ഇന്ത്യയിലും ബംഗ്ലാദേശിലും നേരത്തെ മുതൽ ആശങ്കകൾ ഉണ്ടായിരുന്നു. കാരണം ബ്രഹ്മപുത്ര നദി തിബറ്റിൽ നിന്ന് ഇന്ത്യയിലേക്കും പിന്നീട് ബംഗ്ലാദേശിലേക്കും ഒഴുകുന്ന അന്തർദേശീയ നദിയാണ്. ആയതിനാൽ ഇത്ര വലിയ ഒരു അണക്കെട്ട് നിർമ്മിക്കുമ്പോൾ താഴെയുള്ള രാജ്യങ്ങളിൽ എന്ത് സ്വാധീനം ഉണ്ടാകുമെന്ന് ചോദ്യം സ്വാഭാവികമാണ്. ചില വിദഗ്ധർ പറയുന്നത് വളരെ അപൂർവമായ സാഹചര്യത്തിൽ ഇത്രയും വലിയ അണക്കെട്ടിന് ഗുരുതരമായ കേടുപാടുകൾ സംഭവിച്ചാൽ അതിന്റെ പ്രത്യാഘാതം ഇന്ത്യയുടെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളെയും ബംഗ്ലാദേശിനെയും ബാധിക്കുമെന്നാണ്. എന്നാൽ അത്തരമൊരു സാഹചര്യം ഇപ്പോൾ സംഭവിക്കുമെന്ന് പറയുന്നില്ല. ഇത് സാധ്യതകളെ അടിസ്ഥാനമാക്കിയുള്ള സുരക്ഷാ മുന്നറിയിപ്പാണെന്ന് മനസ്സിലാക്കണം. മറ്റൊരു പ്രധാന ആശങ്ക ബ്രഹ്മപുത്രയിലെ ജലപ്രവാഹവുമായി ബന്ധപ്പെട്ടതാണ്. ഈ ഡാമിലൂടെ ചൈനയ്ക്ക് ഇന്ത്യയിലേക്കും ബംഗ്ലാദേശിലേക്കുമുള്ള ജലത്തിന്റെ ഒഴുക്ക് നിയന്ത്രിക്കാൻ കഴിയുമോ എന്ന ചോദ്യമാണ് പലപ്പോഴും ഉയരുന്നത്. എന്നാൽ ഈ വിഷയത്തിൽ വിദഗ്ധർ മറ്റൊരു വശവും ചൂണ്ടിക്കാണിക്കുന്നു. ബ്രഹ്മപുത്രയിലെ ആകെ ജലത്തിന്റെ ഏകദേശം 10 മുതൽ 15% വരെ മാത്രമാണ് തിബറ്റിൽ നിന്ന് എത്തുന്നത്. ബാക്കിയുള്ള ഭൂരിഭാഗം വെള്ളവും ഇന്ത്യയിലെ പോഷക നദിയിൽ നിന്നും മൺസൂൺ മഴയിൽ നിന്നുമാണ് ലഭിക്കുന്നത്. ആയതിനാൽ ഡാമിന്റെ സ്വാധീനം ഉണ്ടാകുമെങ്കിലും മുഴുവൻ നദിയെയും നിയന്ത്രിക്കാൻ കഴിയുമെന്ന വിലയിരുത്തൽ ശരിയല്ല എന്നാണ് പല വിദഗ്ധരുടെയും അഭിപ്രായം. അതേസമയം ബ്രഹ്മപുത്രയുടെ ഒഴുക്ക് പൂർണ്ണമായും തടയാൻ ശ്രമിച്ചാൽ അതിന്റെ പ്രത്യാഘാതം ചൈനയ്ക്കും തിരിച്ചടിയാകുമെന്ന് വിദഗ്ധർ പറയുന്നു. കാരണം വലിയ അളവിൽ വെള്ളം തടഞ്ഞു നിർത്തുന്നത് ചൈനയിലെ മുകളിലുള്ള പ്രദേശങ്ങളിൽ തന്നെ പ്രളയ സാധ്യത വർദ്ധിപ്പിക്കാം. ആയതിനാൽ ജലനിർവഹണത്തിൽ ചൈനയും വളരെ സൂക്ഷിച്ചു മാത്രമേ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയൂ. ഇപ്പോൾ പുറത്തുവന്ന പഠന റിപ്പോർട്ട് ഒരു കാര്യമാണ് വ്യക്തമാക്കുന്നത്. ഇത്രയും വലിയൊരു പദ്ധതി ഭൂകമ്പ സാധ്യത കൂടുതലുള്ള പ്രദേശത്ത് നിർമ്മിക്കുമ്പോൾ സുരക്ഷയ്ക്ക് ഏറ്റവും വലിയ പ്രാധാന്യം നൽകണം. നിർമ്മാണത്തിന്റെ ഓരോ ഘട്ടത്തിലും ശാസ്ത്രീയ പരിശോധനകളും തുടർച്ചയായ നിരീക്ഷണവും ശക്തമായ സുരക്ഷാ സംവിധാനങ്ങളും അനിവാര്യമാണ്. ഈ പദ്ധതി ഭാവിയിൽ എങ്ങനെ മുന്നോട്ടു പോകും, സുരക്ഷാ നിർദ്ദേശങ്ങൾ എത്രത്തോളം പാലിക്കപ്പെടും, അയൽ രാജ്യങ്ങളുമായി ഇന്ത്യയും ബംഗ്ലാദേശിനെയും ഇതെങ്ങനെ ബാധിക്കും തുടങ്ങിയ കാര്യങ്ങൾ ഇനി കൂടുതൽ ശ്രദ്ധിക്കപ്പെടും. ഇപ്പോഴത്തെ റിപ്പോർട്ട് ഭയപ്പെടുത്തുന്നതല്ല, മറിച്ച് മുൻകരുതലുകളുടെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുന്നതാണ്. ഇത്തരത്തിലുള്ള വലിയ അടിസ്ഥാന സൗകര്യ പദ്ധതികളിൽ സുരക്ഷിതമായും പരിസ്ഥിതി സംരക്ഷണവും ഒരുപോലെ പ്രധാനമാക്കണമെന്ന സന്ദേശമാണ് ഈ പഠനം നൽകുന്നത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.